നാം ജീവിക്കുന്ന ലോകം പാപം നിറഞ്ഞതും ദുഷ്ടതയേറിയതുമാകുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ നാം ഈ ലോകത്തിൽ ഇപ്രകാരം ജീവിക്കുവാനല്ല ദൈവം നമ്മെ സൃഷ്ടിച്ചാക്കിയത്. ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നമ്മെ സൃഷ്ടിച്ചു. എന്നാൽ ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി ദൈവത്തിങ്കൽ നിന്ന് അകന്ന് ലോകത്തിൻ്റെ അടിമകളായിത്തീർന്നു. എന്നാൽ ദൈവവചനം ഇങ്ങനെ പറയുന്നു, റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. അതെ, മനസ്സ് പുതുക്കി ഉള്ള ഒരു രൂപാന്തരം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. എന്തുകൊണ്ടാണ് മനസ്സ് പുതുക്കിയുള്ള ഒരു രൂപാന്തരം നമുക്ക് ആവശ്യമായിരിക്കുന്നത്? പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തിയ മനുഷ്യന് ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ കഴിയത്തില്ല. അതിനൊരു രൂപാന്തരം ആവശ്യമാണ്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു ആഹ്വാനം നമുക്ക് കാണുവാൻ കഴിയും. സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പറയുന്നു. പിന്നെയും മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാം വാക്യം, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുക. എന്നാൽ മനസ്സിന് അന്തരം, മനസ്സിന് രൂപാന്തരം, ഇന്നലകളിൽ നാം ചെയ്തുകൊണ്ടിരുന്ന തെറ്റ്, ജഡീകത, പാപസ്വഭാവങ്ങൾ, ലോകമോഹം ഇവയെല്ലാം വിട്ടൊഴിഞ്ഞ് ദൈവമക്കളായി ജീവിക്കുവാൻ തക്കവണ്ണം നമ്മെ തന്നെ ഒരുക്കി നാം ദൈവസന്നിധിയിൽ ജീവിക്കണം. കാരണം എന്തെന്ന് ചോദിച്ചാൽ, നാം ആരാധിക്കുന്ന ദൈവം മഹത്വവും തേജസ്സും ബഹുമാനവും നിറഞ്ഞ ദൈവമാണ്. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം, അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം തൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണമെന്ന് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതെ, തൻ്റെ മഹത്വത്തിൻ്റെ ധനം അത്ര വലുതാണ്. അപ്പോൾ നമ്മളുടെ അകത്തെ മനുഷ്യൻ നമ്മുടെ കുറവുകൾ, പാപങ്ങൾ, ബലഹീനതകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ദൈവത്തിന് കൊള്ളാവുന്നവരായി തീർന്നെങ്കിൽ മാത്രമേ ദൈവസന്നിധിയിൽ നാം ഉപയോഗിക്കപ്പെടുവാൻ ഇടവരികയുള്ളൂ. അതുകൊണ്ട് നമ്മളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുവാൻ തക്കവണ്ണം ദൈവികമാകുന്ന രൂപാന്തരവും മാനസാന്തരവും മാറ്റവും നമുക്കാവശ്യമാണ്. അതിനായി നമ്മെ തന്നെ ഒരുക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.